അല്ലെങ്കിലും നമുക്ക് നേരത്തെയും വിശ്വാസക്കുറവൊന്നുമില്ലായിരുന്നു. ഉണ്ണിയെ കണ്ടാൽ അറിയാമല്ലോ ഊരിലെ പഞ്ഞി. പഞ്ഞിയല്ല, പഞ്ഞം. പഞ്ഞം. അപ്പോ നമ്മൾ കമ്പനി ആവുകയാണ്. കമ്പനിയുടെ തുടക്കം എന്റെ വീട്ടിൽ വെച്ച് തന്നെ ആയിക്കോട്ടെ. ഈ വരുന്ന April 14 എന്റെ ബർത്ത്ഡേ ആണ്. അന്ന് നിങ്ങൾ എല്ലാരും വരണം. പക്ഷെ ഒരു കാര്യം, വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പപ്പയുടെ മുമ്പ് വെച്ച് ഞാൻ നിങ്ങളോട് യാതൊരു പരിചയവും ഭാവിച്ചില്ല. അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് എന്നോട് അഭിനയിച്ച പോലെ. കറക്റ്റ്. കാൾട്ടൺ കൊക്കോകോള ഞങ്ങളോട് വല്ലതും ചോദിച്ചാലോ? കൊക്കോള അല്ല, നിക്കോള. ഓ, കൊക്കോകോള ഒരു സോപ്പിന്റെ പേരാണല്ലേ. വല്ലതും ചോദിച്ചാലോ? പപ്പ നിങ്ങളെ കാണണ്ട. ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങളും ഇൻവൈറ്റഡ് ഗസ്റ്റ് ആണല്ലോ. അതും ഇൻവൈറ്റഡ് ബൈ ദ ഹീറോയിൻ ഓഫ് ലൊക്കേഷൻ. എന്താ? ഓക്കെ, എഗ്രി. അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ വിഷ് ചെയ്യാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. 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 ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അനുജ പോലെ ഞാൻ ഇപ്പൊ വരാം. നിനക്ക് കേക്ക് കിട്ടിയോ? ശരി, മോള് വയ്ക്കും, ഞാനിപ്പോ വരാം. ഇതങ്ങോട്ട് ജോബി, നീ ഇവരോട്ട് അങ്ങോട്ടിരി. എക്സ്ക്യൂസ് മീ, ഞാൻ പോരാ. ആ, ഇത് മിസ്റ്റർ മാത്യൂസ്, എന്റെ നെവ്യാണ്. ഹലോ. ഹായ്. എന്റെ എല്ലാ ബിസിനസ്സും മാനേജ് ചെയ്യുന്നത് ഇയാളാണ്. ശരിക്കും എന്റെ കമ്പ്യൂട്ടർ. ഏയ്, അങ്ങനൊന്നുമില്ല. ഐ ആം ജസ്റ്റ് എ സർവന്റ് obeying the orders of this master by. എന്നാ ഞങ്ങളങ്ങോട്ട്. ശരി, ഓക്കെ. ആ മാത്യൂസ്, ക്ഷണിച്ചവരൊക്കെ എത്തിയല്ലോ അല്ലേ? ഓൾമോസ്റ്റ് ഓൾ. വെയിറ്റ്, ആരെന്ത് ചോദിച്ചാലും ടെൻഷൻ അടിക്കരുത്, ബബ്ബ അടിക്കരുത്. നമ്മൾ എല്ലാവരും ക്ഷണിക്കപ്പെട്ടവർ തന്നെയാണ്. മൊത്തത്തിൽ നല്ല സ്റ്റൈലായിരിക്കണം. ഓക്കെ ഓക്കെ. അന്ന് കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ? രാഘവേട്ടൻ വേണം ഇവരെല്ലാം നിയന്ത്രിച്ച് നിർത്താൻ. അക്കാര്യം ഞാൻ ഏറ്റത്. ഞാനൊരു സ്മോൾ. എത്ര? 5? ഒരു കൺട്രോൾ വേണം. അതൊക്കെ ഉണ്ടാവും. ഇവിടെ കൺട്രോൾ ചെയ്യുന്ന കാര്യം ഞാനില്ല. അവിടെ ശരി, ഒരു സ്മോൾ ഒരു എക്സ്ക്യൂസ് മീ, നാൻസിയുടെ ആര്? ഞാൻ കോൾട്ടൺ അങ്കിളിന്റെ പെങ്ങളുടെ മകളാ. അല്ല, മകൻ. ഓ, കട്ടപ്പനയിലുള്ള. അതെ അതെ, കട്ടപ്പനയുള്ള. മമ്മി, ലിസേറ്റിയുടെ മോനാ. ഓ, അങ്ങനെ. ഓ, അത് ശരി. ഇല്ല ആന്റി, അവര് പഠിച്ചോളൂ. പ്ലീസ് ആന്റി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹായ്. ഇതാരാന്ന് മനസ്സിലായോ? കാൽട്ടൺ കൊക്കോകോളയുടെ മരുമകൻ ഗോൾഡ് സ്പോട്ട് ലഷ്കർ പ്രഭുവാണ്. വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ, മൺഡേ, ബർത്ത്ഡേ എല്ലാ ദിവസവും എനിക്ക് ജോലിയുടെ മനസ്സിലായോ? Fill in the blank, answer the following the question. You go man, please give me 2 packs. 1 കുടിച്ചോ, 2 കുടിക്കും, 2 കുടിച്ചോ, 3 കുടിക്കും, 3 കുടിച്ചോ, 4 കുടിക്കും, 6 കുടിക്കും, 8 കുടിക്കും, 7 കുടിക്കും, അങ്ങനെ വേണമെങ്കിലും കുടിക്കാം. മോളെ പേര് മോളീന്ന്. മോളിയാണ് കുട്ടികളുടെ പേര്. കല മാറി. എവിടെ നല്ല വെറുതെ കിട്ടണമെന്ന് വിചാരിച്ചാൽ വയറ് ചീറ്റിയാവും. ചാറ്റത്തില്ലാത്ത മനുഷ്യൻ കുറേശ്ശെ കുടിക്കാവൂ. മനസ്സിലായി? ഇങ്ങനെ
നാളെ വരാം. ഇല്ല, നാൻസി, ഇതാ 3 പേപ്പർ സൈൻ ചെയ്യാനുണ്ട്. ഇപ്പൊ എന്തിനാ മാത്തുച്ച? നാളെ പോരെ? ഇത് അത് രാവിലെ വേണം. രജിസ്ട്രേഷൻ 10 മണിക്കാണ്. ഇറ്റ്സ് എൻ അർജന്റ് കേസ്. ലോകത്തിലൊന്നും മരുന്ന് വിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ. കാലിന് ഡീസന്റിന്റെ പരിപാടി വേണ്ട. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന് അവന്റെ മനസ്സിലുള്ള പറയട്ടെ. എന്ത് പ്രശ്നമായാലും എങ്ങനെയാടാ നീയൊക്കെ കാൾട്ടൻ നിക്കാലാസിന്റെ വീട്ടിലെത്തിയത്? ഞാൻ മാരുതി വാനില്, ഇവരെല്ലാം ഓട്ടോറിക്ഷയില്. അതല്ലടാ ചോദിച്ചത്. ഏത് വഴിക്കാണ് നിങ്ങളൊക്കെ കാൾട്ടൻ നിക്കാലാസിന്റെ വീട്ടിലെത്തിയതെന്ന്? ഞങ്ങൾ ആദ്യം പള്ളിമുക്ക് വന്ന് മെഡിക്കൽ ട്രസ്റ്റിന്റെ അവിടെ എത്തിയപ്പോൾ 1 വേ ആയതുകൊണ്ട് ഞങ്ങൾ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് അമ്പലത്തിന്റെ അതുവഴി കയറി. ശങ്കർ കച്ചേരിപ്പടി വഴി വന്ന് കലൂര് വഴി നേരെ വഴി ഏതാണെന്നാ ചോദിച്ചത്? വഴി ചോദിച്ചു നിങ്ങളെ വഴി ഏതാക്കരുത്. സത്യം പറ, മതിലെടുത്ത് ചാടിയല്ലേ നീയൊക്കെ കാൾട്ടൻ നിക്കാളാസിന്റെ വീട്ടിനകത്ത് കയറിയത്? അവിടെ മതിലില്ല. മതിലവിടെ ഉണ്ട്. മതിലില്ലടാ. ഇല്ല. തല്ലല്ലേ മോനെ, അവര് പാവത്തുങ്ങളാ മോനെ. അല്ല മോനെ, ഇത്ര മര്യാദയുള്ള ഒരു പിള്ളേരെ ഈ എറണാകുളം പട്ടണത്തിൽ കണ്ടുകൂട്ടാൻ ബുദ്ധിമുട്ടാ. പാവങ്ങളാ, വേറും പാവത്തുങ്ങളാ. ഇതാ മോനെ ജാമ്യോപേക്ഷ. കയ്യക്ഷര മോശ, ഉപേക്ഷിക്കല്ലേ. നിങ്ങൾ ഇവരുടെ ആരാ? ഉടമക്കാരത്തി മനസ്സിലായില്ലേ? ഇവര് താമസിക്കുന്ന സ്ഥലത്തിന്റെ ഉടമക്കാരി ഞാനാണ്. ഈ സാറിന്റെ നോട്ടം കണ്ടു കഴിഞ്ഞാ എനിക്ക് വരെ നാണാവും. അപ്പൊ പിന്നെ കൊച്ചു പിള്ളേരാരും പറയാനില്ല. സുരേഷ് ഗോപിനെ പോലെ ഉണ്ട്, ഒരു തോക്കിന്റെ കുറവുള്ളൂ. ഒരങ്ങൻ. ഇവരെ വിടാം, പക്ഷേ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വരും. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാൻ നിൽക്കണോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാലും നിൽക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോ. മേലിലൊന്നും ആവർത്തിക്കരുത്. മനസ്സിലായില്ല? പോയിക്കോളാവൂല. പോകാൻ പറഞ്ഞിട്ട് വേഗം തടി വെട്ടാക്കാൻ നോക്കാൻ ചെക്കന്മാരെ. കണ്ട പട്ടച്ചാരായോ കടിച്ചും കയറ്റി കണ്ണും പീസാക്കിയിട്ട്. നിങ്ങളാരും ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ട. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. വളരെ ഉപകാരം സാർ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. ഞാൻ പ്രശ്നം അതൊന്നുമല്ല. ഈർക്കിലിൽ തുണി ചുറ്റിയാൽ പുറകെന്ന് മാറാത്ത ആളാ SI കോഴി വാസു. അടിച്ചു ഒന്ന് കെട്ടിത്തൂക്കിയെന്നും വരും. അങ്ങനെയാണെങ്കിലേ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത്തവണ ഡെഡ് ബോഡി ആകാൻ പോകുന്നത് കോഴി വാസുവാണ്. ഷുവർ. മനസ്സിലായില്ല? മനസ്സിലായില്ലെങ്കിൽ തിരിച്ച് സ്റ്റേഷനിലോട്ട് ചെല്ലേ, അപ്പൊ മനസ്സിലായിക്കോളും. എനിക്ക് വേറെ പണിയുണ്ട്. ഇങ്ങോട്ട് സ്റ്റേഷനിൽ പോണെങ്കിൽ തിരിച്ചു കിടക്കണം. ആ പോലീസുകാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും. വേണ്ടായിരുന്നു ഇവളെയൊക്കെ. താത്ത എവിടെ സാർ? ഇവിടെ ദാ കിടക്കുന്നു നിന്റെ താത്ത. താത്തക്ക് എന്ത് പറ്റി സാർ? നിന്നൊക്കെ ഞാൻ ഇന്ന് അപ്പൊ അവർ തരികയല്ലേ? അറിയാൻ മേക്കപ്പ് സാമാനാ. നിന്റെ അമ്മ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും ഞാൻ. ചേട്ടാ, ഞങ്ങൾക്ക് പറയാൻ ഒരു അവസരം എന്താ സംഭവിച്ചെന്നറിയോ? ആക്ച്വലി അതായത് ആക്ച്വലി ഇത് ആൾമാറാട്ടത്തിന്റെ ഒന്നും പറയണ്ട. പട്ടരുടെ കൂടെ 12 ആണ്ട് കാലം നിന്നിട്ടും കുടുംബം മുന്നിലാണോ പിന്നിലാണോ എന്ന് മനസ്സിലാക്കാത്ത
മണ്ടനൊന്നുമല്ല ഞാൻ. അത് ശരിയാ, അത് മനസ്സിലാക്കിയ മണ്ടനാണ് ചേട്ടൻ. മണ്ടൻ ഇനി പറഞ്ഞു അയ്യോ ചേട്ടാ അവന്റെ തന്തയ്ക്ക് പറയരുത്, അവൻ പാവമാ. മിണ്ടി പോകരുത്, ഇറങ്ങടാ പുറത്ത്. ഞാനുമോ ജ്യേഷ്ഠ? അതേടാ നീയാ. ഇനി ഒരു നിമിഷം പോലും ആരും ഇവിടെ കാണാൻ പാടില്ല, എല്ലാവരും ഇറങ്ങ്. ഞങ്ങൾക്ക് കേറി കിടക്കാൻ വേറെ ഇടമില്ല ചേട്ടാ. നിങ്ങളൊക്കെ മണ്ണിന്റെ മക്കളാണെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നാ എവിടെയെങ്കിലും മണ്ണിൽ പോയി കിടക്കണ പട്ടികളെ. സാധുക്കളല്ലേ ചേട്ടാ, ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. കേറി പൊടിയകത്ത്. ചേട്ടാ ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ലേ? ഒരു വഴിയുണ്ട്. പറയൂ ജ്യേഷ്ഠ. ഞാൻ അടി തുടങ്ങി. രക്ഷപ്പെടോ, രക്ഷപ്പെട്ടോ, മന്ത്രവാദത്തിന് ശക്തി ഉണ്ടടി ശാന്തേ.